എക്സൈസ് പോളിസിയിൽ സർക്കാർ അതിൻ്റെ എക്സൈസ് വകുപ്പ് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വിവിധ സംഘടനകളുമായിട്ടുള്ള ചർച്ചകൾ നടത്തി അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കും. എല്ലാ രാഷ്ട്രീയ അത് ബാക്കി നേരത്തെ പറഞ്ഞതുപോലെ UDFും അതിൻ്റെ റോൾ നിർവഹിക്കും. ഔദ്യോഗികമായിട്ട് എക്സൈസ് നയം നിലവിൽ വരും താമസിയാതെ. അങ്ങനെയൊന്നും ഇല്ലല്ലോ. വളരെ കൃത്യമായി തന്നെ നിയമസഭയിലൂടെ കാര്യങ്ങൾ വ്യക്തമായതല്ലേ. ഗവൺമെൻറ് ആദ്യം പറഞ്ഞ സമീപനത്തിൽ നിന്ന് ഒട്ടും മാറിയിട്ടില്ല. ആദ്യം പറഞ്ഞു ഇതൊരു നികുതി സ്ലാബാണ്. ലോ ആൽക്കഹോളിക് ബിവറേജസ് എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ കേരളത്തിൽ കൊണ്ടുവന്ന LDF ആണ്. ബജറ്റ് അവതരിപ്പിക്കേണ്ടതുണ്ട്, റിവേഴ്സ്ഡ് ബജറ്റ് അവതരിപ്പിക്കേണ്ടതുകൊണ്ട് റിവേഴ്സ്ഡ് ബജറ്റ് അവതരിപ്പിച്ചു. അതിലെ നികുതി നിർദ്ദേശം വന്നതിൽ ഇത് വന്നു. പക്ഷേ അതിൻ്റെ ഫിനാൻസ് ബില്ലിൽ തന്നെ ഗവൺമെൻറ് വ്യക്തമാക്കി ഈ ഫിനാൻസ് ബില്ലിൽ നികുതി നിർദ്ദേശങ്ങൾ നിലവിൽ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസ് നിലവിൽ വരുമ്പോൾ മാത്രമാണ്. നോട്ടിഫിക്കേഷൻസ് എന്ന് നിലവിൽ വരുമെന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു, അത് അബ്കാരി പോളിസിക്ക് ശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ട തീരുമാനം വരികയുള്ളൂ. എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച്. ഇപ്പോൾ നിലവിൽ എക്സൈസ് നയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വിപുലമായ ചർച്ചകൾക്ക് ശേഷം സംസ്ഥാന സർക്കാരിൻ്റെ വിപുലമായ അല്ലെങ്കിൽ വിശദമായ എക്സൈസ് നയം നിലവിൽ വരും. അതിനുശേഷം അതിൻ്റെ പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കിന്ന് മനസ്സിലാവുന്നത് ഇതുമായി ബന്ധപ്പെട്ട ടാക്സ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇന്നിപ്പോൾ ട്രാവൻകൂർ ഷുഗർ സന്ദർശിച്ച് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഉൽപ്പാദനം നിർത്തിവെച്ചത് യഥാർത്ഥത്തിൽ ഈ ഉൽപ്പാദനം ജവാൻ്റെ ഉൽപ്പാദനം നിലച്ചത് കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഏപ്രിൽ മാസം 20-ാം തീയതി അവിടെ ജവാൻ്റെ 750 ml കുപ്പിയുടെ പ്രൊഡക്ഷൻ നിന്നിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് 1000 ml പ്രൊഡക്ഷനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 1000 ml പ്രൊഡക്ഷനും നിലച്ചപ്പോഴാണ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടത്. ഇപ്പോൾ അത് പുനരാരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസം 25-ാം തീയതി ഞാൻ ഉൾപ്പെടെ അവിടെ സന്ദർശിച്ചിരുന്നു. ഇപ്പോൾ അവിടെ ഉൽപ്പാദനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇപ്പോഴും ചില സാങ്കേതിക പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അത് സംബന്ധിച്ച് കൂടിയാണ് ടാക്സ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുന്നത്. ഉൽപ്പാദനം നിലയ്ക്കരുത് എന്ന നിർദ്ദേശം കൃത്യമായി തന്നെ ഇതിൻ്റെ ചുമതല വഹിക്കുന്ന മാനേജ്മെൻറ്റിന് നൽകിയിട്ടുണ്ട്. വളരെ കൃത്യമായി ബെവ്കോ മാനേജ്മെൻറ്റിന്, ബെവ്കോയ്ക്കാണ് ഈ ട്രാവൻകൂർ ഷുഗേഴ്സിൻ്റെയും മലബാർ ഡിസ്റ്റിലറീസിൻ്റെയും ഭരണ ചുമതല ബെവ്കോയ്ക്കാണ്. അവർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഓണം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജവാൻ്റെ ഉൽപ്പാദനത്തിന് ഒരു തരത്തിലും ഉള്ള കോട്ടം ഉണ്ടാകരുത് എന്നുള്ള കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ സാങ്കേതികമായ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അടിയന്തരമായി പരിഹരിക്കണമെന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.